പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ജുനീദ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ കുടലിൽ ചീത്ത ബാക്ടീരിയകൾ വളരുന്ന സമയത്ത് നമ്മുടെ തലയിൽ എങ്ങനെ താരം വരുന്നത് എന്നുള്ളത്? നമ്മുടെ കുടലിൻ്റെ ഈ ഭാഗത്തും ഈ സ്കാൽപ്പ് ഈ ഭാഗത്തും ഉള്ളത് അപ്പം എങ്ങനെ അത് കണക്റ്റായി നിൽക്കുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ പലപ്പോഴായിട്ട് താരൻ്റെ പ്രശ്നമുള്ള ആളുകൾ ഈ ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയ സൊല്യൂഷൻസ് ഷാമ്പു ഒക്കെ ഉപയോഗിച്ച് നോക്കും. എന്നിട്ട് ഈ പ്രശ്നം ഒരു ടെമ്പററി ബേസിൽ മാറിക്കൊടുക്കും. പക്ഷേ എന്ത് സംഭവിക്കും? വീണ്ടും അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാളും പവർഫുള്ളായിട്ട് ഈ പ്രശ്നം തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ ഇത് പൂർണ്ണമായി മാറ്റുകയാണെങ്കിൽ ലോങ് ടേം ഇഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ശരീരത്തെ മൊത്തം നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ നമ്മുടെ കുടലിലെ ഈ കുടലിനെ കൃത്യമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട്, ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെയാണ് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത്. ഈ വീഡിയോ അപ്പോൾ മുഴുവനായിട്ടും കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുടലിൽ ചീത്ത ബാക്ടീരിയകൾ വളരുക എന്ന് പറയുന്നത് എപ്പോഴാണ്? നമ്മുടെ കുടലിൽ ചീത്ത എൻവയോൺമെൻറ്റ് ഉണ്ടാകുമ്പോഴാണ്. അത് നമ്മൾ ആഹാരം കഴിച്ച് ശീലമാക്കിയത് കൊണ്ടുണ്ടാകുന്നതാവും, അല്ലെങ്കിൽ ചില വിധത്തിലുള്ള മെഡിസിൻ കാരണമായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടോക്സിൻസോ അമിതമായി മദ്യപിക്കുന്നു, അങ്ങനെ പലതരത്തിലുള്ള കാരണത്താൽ ഈ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഈ ചീത്ത ബാക്ടീരിയകൾ വളരുമ്പം എന്താ സംഭവിക്കുക? ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവും, നീർക്കെട്ടുകൾ ഉണ്ടാവും, ഒരുപാട് ചീത്ത കെമിക്കൽസ് രക്തത്തിലേക്ക് ഉൽപ്പാദിപ്പിക്കും. ഇത് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബാധിക്കും, നമ്മുടെ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യും. അതിനുപരിയായിട്ട് ഈ ഇൻഫ്ലമേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ന്യൂട്രിയൻസ് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നതിൽ തകരാറും ഉണ്ടാവും. പ്രത്യേകിച്ച് സ്കാൽപ്പിനൊക്കെ അത്യാവശ്യമായി വേണ്ടിയിട്ടുള്ള സിങ്ക്, ബയോട്ടിന്, വൈറ്റമിൻ B7, പലതരത്തിലുള്ള വൈറ്റമിൻ ബികൾ, ഇതിൻ്റെയൊക്കെ ആഗിരണം കുറയും. പിന്നെ നമുക്ക് നല്ല ബാക്ടീരിയകൾ ഉണ്ടാവും അവിടെ, അതൊക്കെ നശിച്ചു പോകുന്നത് കാരണം അത് ഉൽപ്പാദിപ്പിക്കുന്ന നല്ല ന്യൂട്രിയൻസ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്, നമ്മുടെ സ്കിന്നിൻ്റെ ഇമ്മ്യൂൺ ഫങ്ഷനെ സഹായിക്കുന്നതാണ് ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡൊക്കെ. ഇതിൻ്റെ ഉൽപ്പാദനമൊക്കെ കുറയും. അതുപോലെ മറ്റു പലതരത്തിലുള്ള പെപ്റ്റൈഡുകൾ, പ്രോട്ടീൻ്റെ ചെറിയ ഘടകങ്ങളാണ് പെപ്റ്റൈഡുകൾ. ഇതൊക്കെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ സഹായിക്കുന്ന ഒരുപാട് ന്യൂട്രിയൻസ് ആണ്. ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന നല്ല ബാക്ടീരിയകൾ കൂടിയാണ് നശിച്ചു പോകുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ സ്കാൽപ്പിൽ അത് പൊതുവെ ബാധിക്കും. എന്തുകൊണ്ട് സ്കാൽപ്പ്, എന്തുകൊണ്ട് മറ്റു സ്കിൻ ഭാഗങ്ങൾ അത്രത്തോളം ബാധിക്കുന്നില്ല എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവുമല്ലോ. അതെന്താണെന്ന് കൂടി പറഞ്ഞുതരാം. കാരണം നമ്മുടെ സ്കാൽപ്പിൽ പൊതുവെ ഒരുപാട് സെബേഷ്യസ് ഗ്ലാൻഡുകളുണ്ട് മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ചിട്ട്. അപ്പോൾ ഈ സെബേഷ്യസ് ഗ്ലാൻഡ് ഒരു ഓയിലുകൾ ഒരുപാട് ഉൽപ്പാദിപ്പിക്കുകയാണ്. അപ്പം ഈ സ്കിന്നിന് ഈ ഇൻഫ്ലമേഷൻ പ്രോസസ്സ് കാരണം ഇറിറ്റേഷൻ വരുമ്പോൾ ഈ ഓയിലുകൾ ഒരുപാട് ഉൽപ്പാദിക്കും. അപ്പോൾ ഈ ഒരുപാട് ഉൽപ്പാദിപ്പിക്കുന്ന ഓയിൽ ആ ഭാഗത്തെ pH ലെവൽ മാറ്റും. അപ്പോൾ ഈ ഭാഗത്ത് ഓൾറെഡി സ്കിന്നിൻ്റെ എല്ലാ ഭാഗത്തും ഓൾറെഡി ഈ നല്ല ബാക്ടീരിയകളും അതുപോലെ ഫംഗസുകൾ, ഈസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബാക്ടീരിയകളും ഫംഗസുകളൊക്കെ ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത കാര്യങ്ങളായിരുന്നു. പക്ഷേ ഈ സമയത്ത് ഈ pH ലെവൽ മാറുകയും ആ സ്കിന്നിൻ്റെ ഇമ്മ്യൂൺ എബിലിറ്റിക്ക് മാറുമ്പം ഇത് ഓവർ റിയാക്ട് ചെയ്യാൻ പറ്റും. ഇതിന് ഒരുപാട് മൾട്ടിപ്പിൾ ചെയ്യാനും നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ആക്ടിവിറ്റി ചെയ്യാനും പറ്റും. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഓൾറെഡി വീക്ക് ആയതുകൊണ്ട് തന്നെ അതിനവിടെ വളർന്ന് ആ ഭാഗത്ത് അതിൻ്റേതായിട്ടുള്ള കോളനി സൃഷ്ടിക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഇൻഫെക്ഷൻ വരും. ഇതാണ് പൊതുവെ കാണാറുള്ളത്. അപ്പോൾ നമ്മൾ പുറമേ കാണുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഫംഗസിൻ്റെ പ്രശ്നം, ബാക്ടീരിയയുടെ പ്രശ്നമുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സിക്കണം എന്നുള്ളത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം, നമ്മുടെ ശരീരത്തിൽ മൊത്തം ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് നടക്കുന്നുണ്ട്, അതിനെ കൺട്രോൾ ചെയ്യണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ അത് മാറ്റാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പൂർണ്ണമായിട്ടും ഈ ഒരു പ്രശ്നം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്തുകൊണ്ടാണ് നമ്മുടെ കുടലും നമ്മുടെ ഈ സ്കാൽപ്പും, അതായത് താരനും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടത് എന്നുള്ളത്. ഇനി നമുക്ക് പറയാൻ പോകുന്ന കാര്യമാണ് എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻഫ്ലമേഷന് കുറച്ചിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക എന്നുള്ള. അതിൽ ഏറ്റവും വലിയ വില്ലൻ ആരാരോ ഈ omega-6 ആൻഡ് omega-9 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഓയിലുകൾ. ഈ സോയാബീൻ ഓയിൽ, സൺഫ്ലവർ ഓയിൽ, ഈ ഓയിൽസൊക്കെ നമ്മൾ കോമൺ ആയിട്ട് അടുക്കള ഉപയോഗിക്കുന്നതല്ലേ. ഈ ഇതുപോലുള്ള ഏത് വെജിറ്റബിൾ സീഡ് ഓയിൽ ആയിക്കോട്ടെ, ഇങ്ങനത്തെ ഈ ഫാറ്റുകൾ നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ അത് ഇൻഫ്ലമേഷൻ കൂട്ടും. പ്രത്യേകിച്ച് സ്കിന്നിൻ്റെ ഇറിറ്റേഷനും കൂട്ടും. അപ്പം ഇത്തരത്തിലുള്ള ഓയിലിൽ മാറ്റുക. ഒലീവ് ഓയിൽ ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും ഇതിന് പകരമായിട്ട്. അതുപോലെ കോക്കനട്ട് ഓയിലൊക്കെ ബെറ്റർ ആൾട്ടർനേറ്റീവ് ആയിരിക്കും. ഗീ ഒക്കെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷനാണ്. പിന്നെ നമ്മുടെ ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന മറ്റു ആഹാരങ്ങളുണ്ട്. അത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഡൈജസ്റ്റബിലിറ്റി കൂടി നോക്കണം. കാരണം ചില ആളുകൾക്ക് ഇത് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കഴിക്കുന്ന സമയത്ത് ദഹന പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അത്തരക്കാർ ഫ്രൂട്ട്സ് ഒന്നും ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക, വെജിറ്റബിൾസൊക്കെ ബോയിൽ ചെയ്ത് കഴിക്കാൻ നോക്കുക. വൺസ് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞിട്ട് പതിയെ പതിയെ അഡാപ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. പിന്നെ ഈ നല്ല രീതിയിൽ ശരീരത്തിന് കൊടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂട്രിയൻ്റാണ് omega-3 ഫാറ്റി ആസിഡ്.
നേരത്തെ പറഞ്ഞ ഒമേഗ 6ഉം 9ൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ട് ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്ന നല്ല ഫാറ്റി ആസിഡാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്. ഇത് നമുക്ക് ഭക്ഷണത്തിലൂടെ എടുക്കാം, സപ്ലിമെൻ്റ് മുഖേന എടുക്കാം. ഭക്ഷണത്തിലൂടെ എടുക്കാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. കാരണം നമ്മൾ അതെപ്പോഴും ഹാബിറ്റ് ആക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യത്തിലുള്ള പലതരത്തിലുള്ള ന്യൂട്രിയൻസ് നമുക്ക് കിട്ടും. ഭക്ഷണത്തിലൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഫാറ്റി ഫിഷുകളിലൂടെ കിട്ടും. മലയാളികൾക്ക് സുലഭമായിട്ട് കിട്ടുന്ന മത്തി അയലിലൂടെ കിട്ടും. പിന്നെ ഈ വാൾനട്ട്, ഫ്ലാക്സ് സീഡ് പോലുള്ള വിത്തുകളിലൂടെയൊക്കെ നമുക്ക് ഈ ഒരു ഒമേഗ 3 ഫാറ്റി ആസിഡ് നമുക്ക് കിട്ടാൻ സഹായിക്കുന്നതാണ്. പിന്നെ സിങ്ക് നമുക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്തിയെടുക്കാം. മത്തങ്ങയുടെ കുരു അല്ലെങ്കിൽ ഈ എള്ള് ഇതിലൊക്കെ നല്ല അളവിൽ സിങ്ക് ഉണ്ട്. പിന്നെ കടലയിലും അത്യാവശ്യത്തിന് സിങ്ക് അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആഹാരത്തിലൂടെ എടുക്കുമ്പോൾ ചെറിയ അളവിലായിരിക്കും കിട്ടുക. പക്ഷേ കണ്ടിന്യൂസ് ആയി റെഗുലറായി ഇത്തരത്തിലുള്ള ആഹാരം നമ്മുടെ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സിങ്ക് ശരീരത്തിൽ കിട്ടാൻ സഹായിക്കും. അപ്പോൾ സിങ്ക് സപ്ലിമെൻ്റായി എടുക്കുന്നവരുണ്ട്. സിങ്ക് സിട്രേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോമിൽ എടുക്കുമ്പോൾ അത് കുടലിന് ഒരുപാട് പ്രശ്നമുള്ളവർക്ക് കുറച്ചുകൂടി മൈൽഡർ വേർഷനാണ് സിങ്ക് സിട്രേറ്റ് മറ്റ് ഫോമിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ ഫോമിൽ എടുക്കുകയാണെങ്കിലും അത് ഹെൽപ്ഫുൾ ആവുന്ന കാര്യം തന്നെയാണ്. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട അതാണ് വൈറ്റമിൻ ബികൾ, പ്രത്യേകിച്ചും ബയോട്ടിൻസ്. അപ്പം ഇതും സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഇതിന് ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഗട്ട് ബാക്ടീരിയകളെ, നല്ല ബാക്ടീരിയകളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള. കാരണം ഇത്തരത്തിലുള്ള വൈറ്റമിൻസുകളൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തിൽ സഹായിക്കുന്ന ഈ ബാക്ടീരിയകൾ തിരിച്ചു കൊണ്ടുവന്നാൽ തന്നെ പല പ്രശ്നവും നമുക്ക് പെർമനൻ്റായി സൊല്യൂഷൻ ആയിട്ട് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പ്രോബയോട്ടിക് സപ്ലിമെൻറ്റുകൾ എടുക്കുക എന്നുള്ള സജസ്റ്റ് ചെയ്യാനുള്ളത്. ഇപ്പോൾ സപ്ലിമെൻ്റ് എന്തുകൊണ്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പല ആളുകൾക്കും ഈ പ്രശ്നം താരമൊക്കെ പ്രശ്നം വരുമ്പോൾ കുടലിൽ ഒരുപാട് ഗ്യാസ് പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. ആ സമയത്ത് തൈര്, മോര് പുളിപ്പിച്ചതൊക്കെ കഴിക്കുമ്പം തുടക്കത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ വരാറുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരാത്ത ആളുകളാണെങ്കിൽ അത് എടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ആളുകൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് കൊണ്ടാട്ടോ പറയുന്നത് ഈ സപ്ലിമെൻറ്റുകൾ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് മാറ്റാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ ഈ താരൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്താനും പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് കരുതാണ്. ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക കേട്ടോ. അടുത്ത നല്ലൊരു കണ്ടന്റ് ആയിട്ട് വരാം. അതുവരേക്കും ഗുഡ് ബൈ.